ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന SFI പ്രതിഷേധത്തിൽ പോലീസ് ഓഫീസറെ പ്രവർത്തകർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൽ കേസെടുത്തു. SFI പ്രതിഷേധത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരുമെന്നായിരുന്നു SFIക്കാരുടെ ഭീഷണിയെന്ന് കന്റോൺമെന്റ് CIയുടെ പരാതിയിലാണ് 10 SFIക്കാർക്കെതിരെ കേസെടുത്തത്. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാന്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രതിഷേധം. അതിനിടയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ ബ്ലേഡ് കൊണ്ടുള്ള വരയിൽ പരിക്കേറ്റതായിട്ടും മനസ്സിലാവുന്നു. അസഭ്യം പറയുകയും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഈ കന്റോൺമെന്റ് CIയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഫീസ് വർധനവിനെതിരെയാണ് SFI നേതൃത്വത്തിൽ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ 12 മണിയോടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സമര കവാടത്തിലേക്ക് എത്തിയ പ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറിയതിന് പിന്നാലെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയത്. 2 തവണ ലാത്തി വീശിയിട്ടും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്നതിനെ തുടർന്നായിരുന്നു 6 തവണ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് മുഹമ്മദ് റിയാസും V ജോയി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി രംഗം ശാന്തമാക്കിയത്. അതിനിടയിലാണ് ഈ അസഭ്യവർഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നതെന്നാണ് ഈ FIRലെ പരാമർശം. കന്റോൺമെന്റ് CI ശ്രീകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കന്റോൺമെന്റ് പോലീസിന് തന്നെ നൽകിയിരിക്കുന്നത്. കന്റോൺമെന്റ് CIയെയും 2 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരെയും 2 CPOമാരെയുമാണ് ഇത്തരത്തിൽ അസഭ്യം പറയുകയും ഹെൽമറ്റ് അടിച്ചു തകർക്കുകയും ചെയ്തത്. നാട്ടിലേക്ക് എത്തിയാൽ കാണിച്ചു തരാം, ഭരണം മാറിയെന്നുള്ള കളി വേണ്ട എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അസഭ്യം പറഞ്ഞുകൊണ്ട് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും FIRൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെയും അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി മറികടന്നുകൊണ്ടാണ് പൊതുനിരത്ത് കയ്യേറിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രതിഷേധക്കാർ എത്തിയത്. ആ കാര്യം അവരെ അറിയിക്കാൻ പോലീസ് ആദ്യം ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് വളരെ പ്രകോപനപരമായ പെരുമാറ്റം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ ഉണ്ടായതെന്ന ആക്ഷേപമാണ് ഈ FIRലടക്കം കന്റോൺമെന്റ് CI വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതും ഇതേ CI തന്നെയാണ് എന്നതാണ് അതിൻ്റെ കൗതുകം. എന്തായാലും തുടർ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. 10,000 രൂപയുടെ നാശനഷ്ടം പൊതുമുതലിന് ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ ഈ സമരത്തിനിടയിലെന്നാണ് FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. 10,000 രൂപയോളം നാശനഷ്ടം സംഭവിച്ചു എന്നാണ് FIRൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഡാനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.